ഹലോ, വെൽക്കം ടു മിന്നൂസ് കെ സ്മൈലിബിളും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ഞാനുണ്ടല്ലോ നമ്മുടെ ഫേമസ് ആയ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കരമായിട്ട് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അതൊരു ടാൻ റിമൂവലാണ്. അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്നറിയോ? നമ്മുടെ ഫേമസ് ആയ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിമാരുടെ ഹിറ്റായ ഒരു ഫേസ് പാക്കാണ്. ഇതിപ്പം നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഭയങ്കര റണ്ണിങ് ആണ് കേട്ടോ. അപ്പം ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യുവാണ്. ആക്ച്വലി 7 days കണ്ടിന്യൂ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് യൂസ്ഫുൾ ഉള്ളൂ. ഈ നമുക്ക് ഓൾ ഓവർ ദ ബോഡി ഫേസ് എവിടെ വെള്ളം തേച്ച് നമുക്ക് ഒരു ഡ്രൈ ആവുന്നോടം വരെ കഴിഞ്ഞ് ഒരു 15 minutes വെച്ച് കഴിഞ്ഞ് കഴിയും. അപ്പം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കേട് ഇതുണ്ട്, പിന്നെ വേണ്ടത് നമ്മുടെ ടൊമാറ്റോ, പിന്നെ വേണ്ടതാണ് കോഫി പൗഡർ. ഇത് ഞാൻ നെസ്കാഫിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്ത് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ബ്രൂ കോഫി ആണെങ്കിലും ഓക്കെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്താണെന്നറിയോ, എൻ്റെ മുഖം ഫുള്ള് ടാനാണ്. ഞാൻ അന്ന് ഒരു വീഡിയോ പറഞ്ഞല്ലോ, ഞാനിപ്പം ഇങ്ങനെ ഡ്യൂട്ടിക്ക് കുറേ ദൂരം പോകുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ എല്ലാ റെമഡീസും ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഭയങ്കര മീൻസ് നമ്മുടെ ഭയങ്കര യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. അപ്പം ഉണ്ടല്ലോ, ഞാൻ നല്ലപോലെ ഫേസ് നല്ലപോലെ ഇതുണ്ടോ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലെൻസിങ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേർഡ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ക്ലെൻസിങ് ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്തു. ഞാൻ കുളിച്ചും ഇറങ്ങിയതുള്ളൂ. എന്നറിയോ, ഹെയർ വാഷ് മാത്രം ചെയ്തില്ല. ഞാൻ ഹെയർ വാഷ് 2 days once ഒക്കെ ചെയ്യാറുള്ളൂ. ബോഡി വാഷ് മാത്രമേ ഡെയിലി ചെയ്യാറുള്ളൂ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോഫി പൗഡർ കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഫേസിന് മാത്രമേ ഇടുന്നുള്ളൂ, നെക്കിലൊന്നും ഇടുന്നില്ല. എനിക്ക് എത്ര ആവശ്യമുണ്ട് അത്ര എടുത്തുനിന്നു. ഒരു 1 സ്പൂൺ മാത്രമേ ഉള്ളൂ, ചെറിയൊരു സ്പൂണിന്. പിന്നെ നമുക്ക് കേട് ഒഴിക്കാം കേട്ടോ. അതും നമുക്ക് ഒഴിച്ചാൽ മതി. കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൂടിപ്പോകും. വേണം കാണുന്നുണ്ട്. ഇതുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. ഇത് നമുക്ക് ടൊമാറ്റോയുടെ ജ്യൂസും കൂടെ ഒഴിക്കുമ്പോൾ കറക്റ്റ് ആവും. ഇതുണ്ടോ, പേസ്റ്റ് പോലെയായി. അതുകൊണ്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നുണ്ടല്ലോ, അവർ പറയുന്നുണ്ട് ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഡ്രൈ സ്കിൻ ആയവർക്ക് വേണ്ട എന്നാണ്. അപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കുളിച്ചൊക്കെ വന്നല്ലേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് എൻ്റെ മീഡിയം സ്കിന്നാണ്, എന്നാലും ഞാൻ ലെമൺ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഡ്രൈ സ്കിന്ന് ഇല്ലെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതുണ്ടോ ഇതുണ്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നെക്കിലൊന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഡൈനിന്നറിയോ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ എന്നോട് അവിടെ നമ്മുടെ സെക്യൂരിറ്റീസ് പറയുന്നുണ്ട് കൊണ്ടുവിടാന്ന് പറയും. ഒരു ദിവസം അവരെന്നെ കൊണ്ടുവിട്ട് വേറെ ഏതോ വഴിയിലൊക്കെ കൊണ്ടുവിട്ട് കുറേ നേരം പിടിച്ച് ഞാൻ ഇവിടെ വരാനായിട്ട്. ഞാൻ പറഞ്ഞു വേണ്ട, കാരണം രാവിലെ ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് നടക്കാമല്ലോ. ഞാൻ എത്രയെന്നറിയാമോ, 6.5 കിലോമീറ്റർ. 6 point എന്ന് പറഞ്ഞാൽ ആട്ടി നഗറാണ്. അപ്പോൾ എൻ്റെ ഒരു 4.5 കിലോമീറ്ററാണ് ഞാൻ രാവിലെ നടന്നു വരുന്നത്. അപ്പോൾ ഫാസ്റ്റ് നടക്കും. എന്താണെന്ന് ചോദിച്ചാൽ ട്രാഫിക് ഒന്നുമില്ലല്ലോ. എന്നിട്ട് അവിടെ ഒരു പാർക്കുണ്ട്. പാർക്കിൽ ഫുള്ള് നമ്മുടെ ജിമ്മിന് ഇൻസ്ട്രുമെൻ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ചെയ്ത് 1 hour അവിടെ ഞാൻ സൈക്ലിങ്ങും ചെസ്റ്റിൻ്റെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ 9:30 ആവും. അതുകൊണ്ടാണ് വന്ന് കുളിച്ച് റെഡിയായത്. അപ്പോൾ അത് പറയാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോഫി പൗഡറിൻ്റെ സ്മെല്ല് നല്ലപോലെ ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. ചായ അല്ല, കോഫി കുടിക്കാൻ തോന്നുന്നുണ്ട്. കോഫി പൗഡറിൻ്റെ സ്മെല്ല് ചായ കുടിക്കാൻ തോന്നുന്നുണ്ടെന്ന് എൻ്റെ ഒരു കാര്യം അല്ലേ. അല്ല, മോര് ഒഴിച്ചുകൊണ്ടുണ്ടല്ലോ. അയ്യോ, ഡ്രസ്സിലെല്ലാം വീണു. നല്ല കൂളിങ്ങാ.
കുറച്ചും കൂടെ ഫിനിഷിംഗ് ഉണ്ട്. അപ്പം ഞാൻ ഉണ്ടല്ലോ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ടേ. ഞാൻ വിചാരിച്ചു കണ്ണിൻ്റെ അവിടെയൊക്കെ കുറച്ച് മിനിറ്റ്സ് വിടാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇല്ല, ഞാൻ ഫുൾ അങ്ങ് അപ്ലൈ ചെയ്തു. അപ്പോഴുണ്ടല്ലോ ഡ്രൈ ആവട്ടെ കേട്ടോ, ഒരു 15 മിനിറ്റ്സ് മതി. നമ്മുടെ കഴുത്തിലിടായിരുന്നല്ലേ, സാറിലിപ്പോൾ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ കുളിച്ചതല്ലേ, അപ്പോൾ പിന്നെ ഇനി ഭയങ്കര കഷ്ടമാവും. അപ്പോൾ ഡ്രൈ ആവട്ടെ, ബാക്കിയുള്ളത് കയ്യിലും കൂടി ഇടാം. കയ്യിലും കൂടി ഇട്ടേ, എന്തിനാ വേസ്റ്റ് ചെയ്യുന്നേ? ഇത്ര ഉണ്ട് ബാലൻസ് ചെയ്യാതെ, ഇത്ര ഉണ്ട് ബാലൻസ്, കയ്യിലും കൂടി ഇടാം അല്ലേ. ഈ കൈമ ഇടാം. അല്ല, എനിക്ക് കയ്യിലും മുഖത്തും ഇടാനായിട്ട് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മിക്സ് ചെയ്ത് ട്രൈ ആവട്ടെ. അപ്പോൾ ഉണ്ടല്ലോ രഞ്ജുമാർ പറഞ്ഞിരിക്കുന്നത് ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൂട്ടോത്തയോണിൻ്റെ ആവശ്യമേ ഇല്ല എന്നാണ്. ചില ഫിലിം സ്റ്റാറുകൾസൊക്കെ യൂസ് ചെയ്യുന്ന കാണാൻ പാടില്ലേ, അത് നമ്മൾ അതിൻ്റെ ടാബ്ലറ്റ് വരാറുണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെയുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിയുവാണെങ്കിൽ നമ്മൾ ഫെയർ ആകും. നമുക്ക് ഫെയർ ആകാൻ വേണ്ടി ആക്ച്വലി അത് ചെയ്യുന്നത് ഗ്ലൂട്ടത്തിനൊക്കെ എടുത്ത് നല്ല ഫെയർ ആകും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് പകരമാണ് നമ്മുടെ ഈ കോഫി പൗഡർ. അപ്പോൾ ഇത് കണ്ടോ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ, കണ്ടോ കൈയും നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് വാം വാട്ടറിൽ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. സത്യം കേട്ടോ അവർ പറഞ്ഞത് സത്യം തന്നെയാണ്. ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാലോ, നല്ല ഗ്ലോനെസ് ഒക്കെ വന്ന് നല്ല, എനിക്ക് മുഖം ഞാൻ പറഞ്ഞില്ല നല്ല ടാനായിരുന്നു. എന്നാലും നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഒന്നും നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ ഒന്നും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണം എന്നൊന്നും ഇല്ല കേട്ടോ. നമ്മളത് 1 വീക്ക് കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഡേ തന്നെ കണ്ടത് നല്ലൊരു സ്മൂത്ത് ആയിട്ട് ഇവിടുത്തെ ആ ബ്ലാക്ക് മാർക്ക് എല്ലാം പോയിട്ടുണ്ട്. കൈ കാണിച്ചു തരാം കേട്ടോ, കൈ കാണുന്നുണ്ടോ? ഇതുണ്ട്, ഞാൻ മോൻ തുടക്കട്ടെ കേട്ടോ. ഇതുണ്ടോ നിങ്ങൾക്ക് മാറ്റം കാണുന്നുണ്ടല്ലേ. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതൊന്ന് തൂക്കാം, ഐലൈനറിൻ്റെ കാജലേ പോയി. ഇതുണ്ടോ നേരത്തെ എൻ്റെ ഫേസും ഇപ്പോഴത്തെ എൻ്റെ ഫേസ് നിങ്ങൾ കണ്ടോ, നല്ല സ്മൂത്തായിട്ട് ഇവിടുത്തെ ടാനൊക്കെ പോയിട്ട്. അപ്പം നമ്മൾ ആഴ്ചയിൽ മീൻസ് ഡെയിലി ഒരു 7 ഡേയ്സ് ഇത് ചെയ്യുവാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ട്രൈ ചെയ്തല്ലോ, ഇത് കണ്ടോ. അപ്പം നമ്മൾ കണ്ടില്ലേ ഫിലിം സ്റ്റാർക്ക് ഗ്ലൂട്ടത്തോൺ യൂസ് ചെയ്യുന്നത് പറയുന്നത് കേൾക്കാം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ബോഡിക്ക് വേണ്ട ഈ ബ്ലാക്ക് പിഗ്മെൻറ്റേഷനും ഒക്കെ ഈ ഡോട്ട്സ് ഒക്കെ ഇല്ലേ അതൊക്കെ കുറയാനും നല്ല ഗ്ലോ തരാനും ഫെയർ എപ്പോഴും ഫെയർ ആയിരിക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് നമ്മളെ ഗ്ലൂട്ടോത്തിയോൺ ടാബ്ലറ്റ്സ് ഒക്കെ എന്ന് പറയുന്നത്. ടാബ്ലറ്റ്സ് അങ്ങനെ കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് അതിന്. അപ്പോൾ അത് നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിൽ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗ്ലൂട്ടോത്തിയോൺ ട്രീറ്റ്മെൻറ്റും ടാബ്ലറ്റ്സും ഒക്കെ എടുക്കുന്നത്. അപ്പം രഞ്ജുമാർ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് ഗ്ലൂട്ടോത്താൻ പോലെ തന്നെ നല്ല യൂസ്ഫുൾ ആണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും 7 ഡേയ്സ് ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് യൂസ്ഫുൾ ആണെങ്കിൽ എനിക്ക് മീൻസ് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം അത്രേ ഉള്ളൂ. അപ്പം ഞാനിത് കണ്ടില്ലേ, നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല. ചോറും കറി വെച്ച് ഉപ്പുമാവ് കഴിച്ചിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങും. അപ്പോൾ ഉണ്ടല്ലോ, ബൈ, ടേക്ക് കെയർ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, കമൻറ്റ് ഇടണം കേട്ടോ. ബൈ.